Good evening, everybody. നമ്മൾ IAPC ഒരു കൊച്ചു ഫാമിലി ആയിട്ട് ഇന്ന് നമ്മുടെ ഈശോ ജേക്കബിന്റെ വിയോഗത്തിൽ ഇവിടെ ഒരു അനുശോചന മീറ്റിംഗ് ആയിട്ടാണ് കൂടുന്നത്. അപ്പോൾ പലരും ഇതിന് ഈ സൂമിൽ ഇപ്പോൾ ഉള്ളവർ പേഴ്സണലി പുള്ളിയെ അറിയാവുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നമ്മളെ IAPC നമ്മുടെ നെറ്റ്വർക്കിങ്ങിൽ കൂടി പുള്ളിയെ അറിയാവുന്ന വ്യക്തിയാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മളെ വിട്ട് പിരിഞ്ഞ് കഴിഞ്ഞ ഒക്ടോബർ 15-ന്. അപ്പോൾ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു 10 സെക്കൻഡ് മൗന പ്രാർത്ഥനയോട് തുടങ്ങാം. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും കയറിയ ചെയർമാൻ ഡോക്ടർ ചലൽ, വൈസ് ചെയർമാൻ ജോയ് സാർ, മറ്റുള്ള ഹ്യൂസ്റ്റൺ ശാഖയിൽ നിന്ന് കയറിയ അറ്റ്ലാന്റ, കയറി ഇവരോടെല്ലാം ഉള്ള ഹാർദവമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഒരു ഇൻട്രൊഡക്ടറി റിമാർക്കിന് വേണ്ടി ഡോക്ടർ ചലൽ. Good evening, everybody. Thank you, Biju. Thank you, Vice Chairman. Thank you, everybody, for arranging this. Again, it's a sad day for our family. We lost. We are losing somebody. Mr. Easo Jacob Houston. Anyway, one thing I want to say, instead of let us celebrate his life. Karanam, one thing we should all be known for. Karanam, once you are in the media, once you write something, once you have a legacy to keep, at least your thoughts, your prayers, your writings, your videos, your postings live forever. Even though he left us physically, it is still possible. കാരണം നമുക്ക് ഇപ്പം ഉള്ള പുള്ളിയുടെ പഴയ ആർട്ടിക്കിൾസും അല്ലെങ്കിൽ പത്രത്തിൽ എഴുതിയ ആർട്ടിക്കിളും ലോക്കൽ ഇവിടെ എഴുതിയ ആർട്ടിക്കിളും, so for Easo Jacob's, it's still living here. So that's one thing we should cherish, and let us not be sad. At the same time we are very grieving with the family of his close and near and dear, but let us also celebrate his life. And if because I didn't know him personally, but all of you know him, please share good memories which we can share, which we can cherish for a long time to come. So thank you, Biju, and thank you, Vice Chair Joy Sare, for making it happen. I know all of you worked closely with him in the past. Thank you. താങ്ക് യു ഡോക്ടർ ചലൽ. അടുത്തതായിട്ട് നമ്മുടെ IAPCയിലെ ദിനം പ്രവർത്തിച്ച് നടത്തുന്ന നമ്മുടെ ജോയ് സാറാണ്. ജോയ് സാർ 2 വാക്ക് പറഞ്ഞതിന് ശേഷം പുള്ളി ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടൊരു ചെറിയ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് പുള്ളി ഷെയർ ചെയ്യുന്നതായിരിക്കും. ജോയ് സംഘം. ഹലോ. വീഡിയോ ഇല്ല. Hello. ഇപ്പൊ കാണാം, പറഞ്ഞോ. Okay. Thank you everyone for joining this meeting with a short notice, and we are really missing one of our closest and active founding member of the IAPC. വാസ്തവത്തിൽ മലയാളത്തിൽ പറയാൻ കുഴപ്പമില്ല, കാരണം മറ്റാരും കയറിയിട്ടില്ലാത്തതുകൊണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു. നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച മറ്റാരും ഉണ്ടോ എന്ന് സംശയങ്ങൾ. കാരണം വളരെ കാലമായി അമേരിക്കയിൽ പ്രവർത്തിക്കുകയും ആദ്യമായി മലയാള ഭാഷയിൽ മാസികകൾ ഇറക്കുകയും അതേപോലെ തന്നെ മലയാളി അസോസിയേഷൻ സ്ഥാപിക്കുകയും മലയാളത്തിലെ പ്രിന്റിംഗ് പ്രസ് നടത്തുകയും അതേപോലെ എഴുത്തുകാരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു ഈശോ ജേക്കബ് എന്ന സകല കലാവല്ലഭനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. പക്ഷെ പെട്ടെന്ന്, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പുള്ളിയുടെ ആ സാമൂഹ്യ പ്രവർത്തികൾ നമ്മൾ കണ്ടത് ഏറ്റവും അവസാനം കണ്ടത് 2019 ഹൂസ്റ്റണിൽ നടന്ന നമ്മുടെ ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസിലാണ്. അവിടുത്തെ പുള്ളിയുടെ കോണ്ടാക്റ്റുകളും അതേപോലെ തന്നെ സംഘാടക ശൈലിയിലുമൊക്കെ നമ്മൾ ഇതുവരെ നടത്തിയ ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ്
ഈ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും നല്ല ഒരു സംഭവമായിരുന്നു അമേരിക്കയിൽ നമ്മൾ നടത്തിയതെന്ന് എല്ലാവരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുവാനും നമ്മളെയൊക്കെ സഹായിക്കുവാനും ഒക്കെ നമ്മുടെ ഈശോ ജേക്കബ് ചെയ്ത നല്ല പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. നമ്മൾ കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ പുള്ളിയോട് വളരെ അടുത്ത ആളായിരുന്നു. എങ്കിലും എന്നെക്കാൾ വളരെയധികം പരിചയമുള്ള പലരും നമ്മുടെ ഈ മീറ്റിങ്ങിലുണ്ട്. എല്ലാവർക്കും 2-3 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം ഉള്ളതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് പലരോടും പറഞ്ഞിട്ട് ആരുടെയും ഫോട്ടോയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ സ്ലൈഡ് പ്ലേ ചെയ്യാണ്. കാണാമെന്ന് പറയണേ. We are gathering here today to bestow our heartfelt condolences to our Easo Jacob, who was Indo-American Press Club's former director board member, former National Executive Committee vice president, former vice chairman of International Media Conference 2019, former president of IAPC Houston chapter and its advisory board. We could not let this day go without sharing some of our warmest memories about our Easo Jacob. Easo Jacob's media connections in USA began with launching a news magazine named Malayala Manorajyam in 1988 in Houston. Thereafter, his presence was engraved in different socio-economic and media organizations. All of a sudden, leaving an infillable gap, the life of the legend ended at 11:30 a.m. on Friday, October 15, 2021. Easo's contribution to the media world and to IAPC has been enormous. During IAPC's first international media conference held during November 2014, Easo Jacob, a national director of IAPC from Texas, enlightened the delegates with his presentation of the numerous risk factors and precautions journalists need to be aware of while carrying out media-related works by individuals and corporations in the media world. In fact, IAPC's slogan, "Informed Action Promotes Change," was coined by Easo Jacob himself. Later, he led several journalism workshops, interviews with prominent leaders, debates and discourses on spiritual writers like Mahakavi K.V. Simon, and the presidential election debates. All were only a few which showed Easo Jacob's unparalleled ability to organize successful events. His pleasing and gentle presence made every event vivid and interactive. The untimely death of Easo Jacob is a great loss for the media world. He always supported anything good for the community. He always demonstrated a pleasing personality and appeared only well-dressed. His love for the letters and passion for writing delivered so many short stories, poems, essays, and even findings on the history of numbers and correlations of languages. He was an extensive reader, unbiased critic, excellent thinker, public speaker, talented writer, and experienced editor and publisher by all means. His leadership in many organizations and his business connections gathered so many friendships, including with all of us in the IAPC. He wished to be known as a leader. Our International Media Conference 2019, held at Houston, is applauded as one of the best media conferences held in North America so far. Easo Jacobs, as its vice chairman, gathered abundant resources and sponsors to make it a memorable convention, recognizing many outstanding professionals from North American and Indian media industry. Now we miss him. But Easo Jacob, you will live in our hearts. He used to say, "Dream big, be better, do the best, and the rest will follow." Yes, he did his best. May his soul rest in peace. IAPC as a family expresses its condolence to Mrs. Rachel Easo Jacob, his 3 sons, and the bereaving family and friends. As a sign of homage for our leader Easo Jacob, shall we observe a minute of silence, please? Right now, I would like to say that IAPCയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഫ്യൂണറൽ സർവീസിന് നമ്മുടെ വൈസ് പ്രസിഡന്റ് CG ദാനിയൽ അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ പ്രൈവറ്റ് ഇവൻ്റ് ആയിരുന്നെങ്കിലും നമുക്ക് ഒരു 3 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം തന്നിരുന്നു. ആ സംസാരിച്ച ആ പോർഷൻ മാത്രമുള്ള ക്ലിപ്പ്
ഇപ്പോൾ പ്ലേ ചെയ്യുന്നതാണ്. മാത്രമല്ല IAPCക്ക് വേണ്ടി നമ്മളവിടെ ഒരു ഫ്ലവർ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഈ ഓർഗനൈസേഷന് വേണ്ടി CG ദാനിയലിന് നമുക്ക് പ്രത്യേകമായി നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുള്ളി ജോലിയിലാണ്, അതർവൈസ് യു വുഡ് ഹാവ് ജോയിൻഡ്. എങ്കിലും പുള്ളി അവിടെ സംസാരിച്ച ആ മെസ്സേജ് ഇപ്പോൾ പ്ലേ ചെയ്യാനായിട്ട് ബിജു പറയാം. Good morning to all. My name is CG Daniel. Easo Jacob was a close friend. We worked together in several organizations. I first met him in 2006, within a few days of my arrival in Houston. When I told my wife about Brother Easo was going to be with the Lord, her first response was, "അദ്ദേഹം ഒരു സൗമ്യനായ മനുഷ്യനായിരുന്നു. He was a gentleman." Then I added to he was അദ്ദേഹം ഒരു സുമുഖനും കൂടിയായിരുന്നു. He was a handsome person also. He was a leader, motivator, inspirer, orator, writer, organizer, and philanthropist. Above all, he was a people's person. He was the one who inspired me to join the Indo-American Press Club, IAPC. He encouraged me to take leadership position in the organization. He was a founding and life member of the IAPC, holding various official positions till the end. He was the vice chairman of the International Media Conference 2019, which was organized by the IAPC in Houston. His leadership and organizing abilities were proven beyond a shadow of doubt. His contribution to the media world has been enormous. His pen was deadlier than the double-edged sword. His writing was based on facts. Without facts, you can't have truth. Without truth, you can't have trust. He always reminded to me that. Easo was always well trusted. It felt a good impression on all the people he met. He was a true Christian and a great believer. Fanaticism was not part of his creed. He had many friends belonging to various religions and denominations. He had a significant presence on Facebook. He had almost 5,000 Facebook friends, out of which we had over 300 mutual friends. Many of my mutual friends contacted me to convey their condolences to the family. Easo Jacob's unexpected death is a great loss to all the organizations he has represented. On behalf of Indo-American Press Club and its founder chairman, James Zakaria, Chairman Dr. Joseph Chalin, Vice Chairman and Easo's closest friend, Dr. Matthew Joyce, President Dr. Tessas Land, and on behalf of the Houston chapter, I wish to convey our heartfelt condolences to the bereaved family. As I said, Easo was a philanthropist. It is said that God calls back first the one who he loves most. Let us believe that God has a plan to call him back. Brother Easo, we will miss you. Your smiling face is always in our head, but you always remain vibrant in our hearts. Rest in peace, dear friend. Thank you. ഇനി ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ലൈഡുകൾ കഴിഞ്ഞു. ഇനിയും നമുക്ക് നമ്മുടെ ഓഫീസ് ബെയറേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളത് അജയ് ഘോഷാണ്. അജയ് ഘോഷ് മേ ബി ടോക്കിംഗ് ഫോർ 2 minutes. മറ്റുള്ള എല്ലാവർക്കും ഈ 2 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് പേര് വിളിക്കുന്നതനുസരിച്ച് മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും. Ajay Ghosh. Hi. I met Easo at the first, our inaugural meeting in New Jersey. He was very down to earth, very practical and multi-talented and easy to approach. And he was very inspirational in making IAPC into what we are today. And I am humbled by his contributions in what he has done for IAPC and also to the larger media world. And we are very sad about his sudden passing away from us, but he's with us in every way. And I want to convey our
condolences and prayers to his bereaved family, and his memories and his contributions will inspire each one of us to do our best. And thank you, Easo. You are with us. And we admire you for what you have been to us, to every one of us individually and as a group. Thank you and God bless. May the Lord grant you eternal rest. Thank you. Thank you, Rajeji. Reggie and Reggie. Raji Philip. I was actually shocked to hear the sad news about his sickness last month, but never thought he will go this fast. He was a man of a lot of enthusiasm. At the Houston conference one morning, he was supposed to present a paper or something, and he didn't sleep the previous day. And at the breakfast table, he got fainted. And we called 911. The police, the ambulance came, but he told his, lightly, he said, "Don't take me." Then I don't know what they did, but within 45 minutes, we saw he dressed up and came to the downstairs to present his paper. That energetic he was. It was a great, great loss at this age, and IAPC will really miss a great leader. Hope his family find peace from God. Thank you all. Thank you. അടുത്തായിട്ട് ഹൂസ്റ്റൺ പൊന്നോളി സാർ ഉണ്ട് നമ്മളോടൊപ്പം. Lord, please share a few words. പൊന്നോളി കഴിഞ്ഞിട്ട് AC ജോർജിനോട്. Good evening, everybody. So with Jacob Eashow's passing, we have lost a great person. He was a man of, he was a multi-talented personality. And more than all that, for me, he was a very close friend. Our association, in fact, goes to nearly 4 decades. We hail from the same place. I know his family members. We studied in the same college. He was junior to me. And we had a number of common friends, including John Mundakayam of Malayalam Manorama. Then a number of them, Rajiv Akshan, Saras Akshan, Colonel Saras Akshan, and so on. But our association became more frequent after I moved to Houston about 11 years ago. He took me to his house, gave me dinner, and then we talked about our native place, our common associations, and so on. And then he gave me a rundown on his various activities, his interest in writing, publications, and so on. That's when I came to know that he was a financial expert. He was doing business as a financial advisor with the Mass Mutual. But his interest or his heart was in writing and the media. He told me how after passing his MA in economics from SB College in 1980, he joined Malayalam Manorama's sub-editor. And then in 1984, he came to the US. So he had his initial struggles. But in 1986, he started his own newspaper, Malayalam Manorajyam. And that he ran that for 10 years in Houston till 1996. And then he joined MetLife. And then probably he did not have enough time. And the business itself was not, as he said, it was not a financial success. But his interest in publishing, it continued. And he was associated with the media even after that. So when IAPC started its operations in Houston, he invited me to the first meeting of IAPC for initially preparing the ground for
the Houston chapter. And after that, the Houston chapter was inaugurated. He became the president, and he made me its first secretary. And we had a great association. And during that year, we organized the US presidential election. And that was a success. And after that, since I was moving from US to India because of my mother's illness, I was not able to associate myself with IAPC, though he insisted that I should continue. But even without my asking, he made me a member of the advisory board of IAPC Houston chapter. And most recently, last year, he made me the joint secretary again. So I found that he was a man full of energy. He was associated also with the Kerala Writers Club and the Malayalam Society. So I was also associated with these associations. And he used to present his papers, his writings, and his thoughts and his research. He was very much interested in Malayalam literature, and particularly linguistics. And he was a man of wild imagination, I should say, a man of great ideas. And he was a man, a go-getter. If he decided to do something, he would do it. As he said, full of energy and dynamism. And that's a person whom we are missing in IAPC for its future activities. So it's a great loss to the media community, to the literary clubs and various other associations with which he was associated. The MAC, the Houston Malayali Association, the FOMA and FOCANA, all these chapters, and also some business associations here. He was present, or he used to be a presence in all these gatherings, and he used to drive people. So and inspire people. So we will miss him. I will miss him as a great friend. So I express my condolences to the family and also to IAPC and all our friends. Thank you. Thank you, Panolian, for joining from Houston and being a good friend of him. Thank you for sharing the condolence. And IAPC chapter, Sabu Korean from Atlanta, he's actually traveling. He's seated in the plane right now as we speak. Sabu, എന്തെങ്കിലും പറയണേ പെട്ടെന്ന് പറഞ്ഞേരെ. അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ, അയ്യാ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. വിവിധ മാധ്യമരംഗങ്ങളിലും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലെല്ലാം സജീവ നിറസാന്നിധ്യമായിരുന്ന നമ്മുടെ ഈശോ ജേക്കബിന്റെ നിര്യാണത്തിൽ എന്റെയും അതോടൊപ്പം തന്നെ അറ്റ്ലാന്റ IAPCയുടെ പേരിലുള്ള അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഈശ്വരൻ അദ്ദേഹത്തെ സ്വർഗരാജ്യങ്ങളിലേക്ക് കൈയുയർത്തി പ്രവേശിക്കട്ടെ. പ്രത്യേകിച്ച് IAPCക്ക് അദ്ദേഹത്തിന്റെ നിര്യാണം തീർച്ചയായും ഒരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തെ പോലെ വിശാല ഹൃദയനും നല്ല ചിന്താഗതിയുമുള്ള ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാബു. അടുത്തായിട്ട് മാധ്യമപ്രവർത്തകർ സജീവമായിട്ട് നിൽക്കുന്ന AC ജോർജ് സാർ. എല്ലാവർക്കും നമസ്കാരം. ഐ എം സോറി, ഞാൻ കുറച്ച് മുമ്പ് വന്നേ ഉള്ളൂ. ഐ എം സോറി കേട്ടോ. നമ്മുടെ എല്ലാം ആത്മാർത്ഥ സുഹൃത്ത് ശ്രീമാൻ ഈശോ ജേക്കബിൻ്റെ അകാല നിര്യാണം എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അകാല നിര്യാണത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും അഗാധമായ ദുഃഖം ഈശോ ജേക്കബിൻ്റെ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രേയസി റേച്ചൽ ഈശോ, മകൻ റോഷൻ ഈശോ, റോജൻ ജേക്കബ്, റോയ്സൺ ഈശോ, കുട്ടികൾ, പിന്നെ മരുമകൾ ടെരേസ റൗണ്ടി, അവരെയെല്ലാം ഞാൻ എൻ്റെ അഗാധമായ ദുഃഖം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈശോ സത്യത്തിൽ ഇവിടെ ഹ്യൂസ്റ്റൺ ഇവിടെ ഒരു സ്ഥാപനം തന്നെയായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ന്യൂയോർക്കിൽ റിട്ടയറായ ശേഷം ഹ്യൂസ്റ്റണിൽ വന്ന ശേഷമാണ് ഈശോ ജേക്കബിനെ പരിചയപ്പെട്ടത്. ഞാനിപ്പോൾ ഹ്യൂസ്റ്റണിൽ 11 വർഷമായി. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ
ഹ്യൂസ്റ്റണിലെ എല്ലാ കലാ സാംസ്കാരിക മാധ്യമ രംഗങ്ങളിലെല്ലാം ഒരു സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ശ്രീമാൻ ഈശോ ജേക്കബ്. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. ഈശോ പ്രോപ്പർട്ടീസിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ പ്രസിഡൻറ്റ്, പിന്നീട് ഹ്യൂസ്റ്റണിലെ ഇന്തോ അമേരിക്കൻ ബിസിനസ് ഫോറത്തിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അദ്ദേഹം ചങ്ങനാശ്ശേരി സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സെമിനാരിയിൽ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. മലയാള മനോരമയിൽ സബ് എഡിറ്റർ ട്രെയിനി, അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ, കറസ്പോണ്ടൻറ്റ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ കൗണ്ടി, പോർട്ട്മെൻറ്റ് കൗണ്ടിയിലെ സ്റ്റാർ ന്യൂസ് വീക്കിലിയിലെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഈയിടെ നിര്യാതനായ വോയിസ് ഓഫ് ഏഷ്യയുടെ നമ്മുടെ കോശി ജേക്കബ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ അദ്ദേഹം വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയാം. ഒപ്പം അക്ഷരം ഇൻ്റർനാഷണൽ മാഗസിൻ, മലയാളം മാഗസിനാണ്. പിന്നെ ഏഷ്യൻ സ്മൈൽസ്, ഹ്യൂസ്റ്റൺ സ്മൈൽസ് എന്നീ മാഗസിനുകളുടെ പബ്ലിഷർ, ന്യൂ ഇംഗ്ലണ്ട് ബിസിനസ് സർവീസസ് സെയിൽസ് കൺസൾട്ടൻറ്റ്, കിൻഗോസ് കോർപ്പറേഷൻ കമ്പ്യൂട്ടർ സർവീസസ് കൺസൾട്ടൻറ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ച് മിസ്റ്റർ പുന്നോലി ഇവിടെ പ്രതിപാദിച്ച മാതിരി, പറഞ്ഞ മാതിരി തന്നെ ഹ്യൂസ്റ്റണിലെ 2 സാഹിത്യ ഭാഷാ സംഘടനകളാണ് കേരള റൈറ്റേഴ്സ് ഫോറം, അതുമാതിരി മലയാളം സൊസൈറ്റി. ഞങ്ങളെല്ലാം ഈ ഷോയോടൊപ്പം തന്നെ അതിലെ മന്ത്ലി മീറ്റിങ്ങുകളെല്ലാം പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹം അവതരിക്കുന്ന പ്രബന്ധങ്ങൾ, ചിന്തനീയമായ പ്രബന്ധങ്ങൾ, നിരൂപണങ്ങൾ, കവിതകൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുകയാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി എന്നെനിക്ക് വിശ്വസിക്കാൻ തന്നെ സാധ്യമല്ല. അദ്ദേഹം നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ, അദ്ദേഹം കാർട്ടൂൺ, മികച്ച ഒരു ആസ്വാദകനും പിന്നീട് അദ്ദേഹം ഒരു മികച്ച വായനക്കാരനും ആയിരുന്നു എന്നുള്ളതാണ്. എല്ലാ ഹ്യൂസ്റ്റണിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസിൻ്റെ അംഗീകാരം അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില പൊടിക്കൈകൾ, സംഖ്യകളുമായിപ്പെട്ട ചില മാത്തമാറ്റിക്സ്, ചില പൊടിക്കൈകൾ അദ്ദേഹം പലപ്പോഴും ഇവിടെ കേരള റൈറ്റേഴ്സ് ഫോറത്തിലും മലയാളം സൊസൈറ്റിയിലും അവതരിപ്പിക്കാറുണ്ട്. അതേമാതിരി ഭാഷയുടെ, മലയാള ഭാഷയുടെ ഓരോ പദങ്ങളുടെ ഉൽപ്പത്തിയെപ്പറ്റി, മലയാള ഭാഷയുടെ ചില പദങ്ങൾ സംസ്കൃതവുമായിട്ടുള്ള ബന്ധം, ഇംഗ്ലീഷ് പദങ്ങളുമായിട്ടുള്ള ബന്ധം, തമിഴുമായിട്ടുള്ള ബന്ധം എല്ലാം അദ്ദേഹം സമ്മിശ്ര രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ച് അദ്ദേഹം പ്രതിപാദിക്കാറുണ്ട്. ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് ഇവിടുത്തെ മലയാളി സമൂഹത്തിന്, പ്രവാസി മലയാളി സമൂഹത്തിന് മൊത്തത്തിൽ ഒരു തീരാനഷ്ടമാണ്. ഇന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ. 9 to 11 സെൻട്രൽ ടൈം. ഞങ്ങൾക്കാർക്കും പോകാൻ പറ്റിയില്ല, മിക്കവർക്കും. കാരണം അതൊരു ക്ലോസ്ഡ് കാസ്കറ്റിലായിരുന്നു. അപ്പോൾ അത് ഒരു പ്രൈവറ്റ് ബറിയൽ എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് നന്മ ആശംസിച്ചു, കുടുംബത്തിന് നന്മ ആശംസിച്ചു. 11 to 12 PM ആയിരുന്നു ഇന്ന് ഹ്യൂസ്റ്റണിലെ പ്രാന്തപ്രദേശത്തുള്ള പെയർലാൻഡ് എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ പെയർലാൻഡ് ഇപ്പം ഇവിടെ വന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഏതാണെങ്കിലും അദ്ദേഹം ആ സിമിസ്റ്ററിയിൽ ഇപ്പോൾ അന്ത്യവിശ്രമം സൗത്ത് പാർക്ക് ഫ്യൂണറൽ, അവിടെ ആ സിമിട്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു നമുക്കെല്ലാവർക്കും. IAPC ആയിട്ട് പ്രത്യേകിച്ച് ഇവിടെ സംഘടിപ്പിച്ച ആ കൺവെൻഷൻ ഞാനും വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈസ് ചെയർമാനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇതിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളെല്ലാം അനുകരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആത്മശാന്തി നേരുന്നു. എല്ലാവർക്കും നന്ദി. ഇതേമാതിരി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നിത് സംഘടിപ്പിച്ച നിങ്ങൾക്കേവർക്കും, ഇതിൻ്റെ ഭാരവാഹികൾക്കും, IAPC ഭാരവാഹികൾക്കും എല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. താങ്ക് യു ജോർജ് സാർ. ഒക്കെ അടുത്തതായി നമ്മുടെ ഡാലസിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു രാജു തരകൻ. ചുരുങ്ങിയ വാക്കുകളിൽ ഒരു അനുശോചനം പറയുക. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം.
ഓക്കെ. ഞാന് ഒരിക്കൽ ചില വാക്കുകളിൽ അദ്ദേഹത്തെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഒരു കോൺഫറൻസ് വെച്ച പെന്തിക്കോസ്റ്റ് കോൺഫറൻസിന് വെച്ച് പുള്ളി ഞാൻ പരിചയപ്പെടുന്നത്. മാത്രമല്ല ഞങ്ങളുടെ എക്സ്പ്രസ് അവാർഡ് പത്രം ഞാൻ നടത്തുന്ന ഫ്രണ്ട് എഡിഷനിൽ അദ്ദേഹം എനിക്ക് ആർട്ടിക്കിളൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകത എന്ന് പറയുന്നതല്ലേ, മറ്റേ ഉള്ളവരെ അപേക്ഷിച്ച് ഒരു പബ്ലിക്കിൽ വന്നിട്ട് അല്ലെങ്കിൽ പ്രവാസി മലയാളികളുടെ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പേരെടുക്കണമെന്നുള്ള ഒരിക്കലും ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളിക്കാരില്ലായിരുന്നു. അതെന്നെ വളരെ ആകർഷിച്ചു. കാരണം പ്രവാസി മലയാളി ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പാകെ എന്നും ഒരു ആൾക്കാർ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരിക്കൽ പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് കർട്ടന് പുറകെ നിന്ന് വർക്ക് ചെയ്യുക, ആ രീതിയിൽ നല്ലൊരു മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പുള്ളി പ്രോത്സാഹനം ചെയ്യുമായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ പത്രത്തിനൊക്കെ ആർട്ടിക്കിൾ എഴുതിത്തരും. എന്നിട്ട് പ്രത്യേകം പറയും ഒരു വാക്കുപോലും തെറ്റാതെ പബ്ലിഷ് ചെയ്യണം. അത് അദ്ദേഹം വളരെ നിശ്ചയമാണ്. അത് ഞാൻ കാണിച്ചിട്ടേ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ പ്രത്യേക ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞങ്ങളെ ചർച്ചയിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മാർത്ഥ ഒരു സുഹൃത്തിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങൾ പല വിഷയങ്ങള് സംവാദത്തിൽ ഏർപ്പെടും. ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂർ മതപരമായ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ച ദീർഘ വിഷയങ്ങൾ, നല്ല ആശയങ്ങളും നല്ല ആദർശശാലിയാണ് അദ്ദേഹം. സാധാരണ നമുക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടപ്പെടും. വളരെ ക്ലോസ് ആയിട്ട് ഒരു മൂത്ത സൗഹൃദൻ എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ആശയവിനിമയം നടത്താറുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ സുഖമില്ലാതിരിക്കുക ഏകദേശം 2 മാസം മുമ്പ് വരെ ഞാൻ വിളിച്ചിരുന്നു. പിന്നെ ഫോൺ എടുക്കാറായി. എനിക്ക് വിഷയങ്ങൾ ഞാൻ അന്വേഷിച്ചു. അപ്പോഴേ ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന് നല്ല സൗഖ്യമില്ലെന്ന്. പെട്ടെന്നുള്ള ആ ഒരു വേർപാട് അത് തീർച്ചയായിട്ടും നികത്താൻ കഴിയാത്ത മലയാളികളുടെ ഇടയിൽ. കാരണം അദ്ദേഹത്തിന്റെ രചനകളും അങ്ങനെയാണ്, ആദർശങ്ങളും അങ്ങനെയായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ IAPC മീറ്റിങ്ങിൽ ഒരു വന്ന സമയത്ത് അദ്ദേഹം അതിന് മുമ്പ് അല്പം പോലും ഡ്രിങ്ക്സ് ചെയ്യുന്ന കൂട്ടത്തില്ല. അത് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അവൻ പറഞ്ഞു ഒരിക്കലും പുള്ളി അങ്ങനെ ഒരു കൂട്ടുകെട്ടി പോകല്ല. എപ്പോഴും ഒരു ആദർശശാലിയായ മനുഷ്യനും അപ്പോൾ തന്നെ മറ്റുള്ളവരെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാനും കാര്യത്തിലും വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവരെ ദൈവസമാധാനത്താൽ കാക്കട്ടെ. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രോത്സാഹനം ചെയ്യുക, പ്രത്യേകിച്ച് ജോയ് സാറിനും ഈ ടീം അംഗങ്ങൾക്കും എല്ലാം പ്രത്യേകം അഭിനന്ദനം ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഒരു നല്ല മനുഷ്യനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ ഒരു അവസരം നമുക്ക് ലഭിച്ചതിലേ അത് അഭിനന്ദനാർഹമാണ്. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എപ്പോഴും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മരണപ്പെട്ടു പോയാലും മറ്റുള്ളവരിൽ നമ്മൾ ഒരു നന്മ മറ്റുള്ളവർ കാണണം. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളും ആയിരിക്കണം. അങ്ങനെയുള്ളവരെ എല്ലാ കാലത്തും ജീവിച്ചിരുന്നാലും ചരിത്രപരമായി ഓർമ്മിക്കപ്പെടും എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ഈ സമയം എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കും. താങ്ക് യു. താങ്ക് യു രാജു. അടുത്തായിട്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഓർഡറിലൊന്നും അല്ല വിളിക്കുന്നത്. ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഇതിലാണ് പോകുന്ന, ആരും ഇത് ഒന്നും വിചാരിക്കരുത്. അടുത്തായിട്ട് ആനി ഫ്രം അറ്റ്ലാന്റ. എനിക്ക് ഈ ഷോകളിൽ നേരിട്ട് അറിയത്തില്ല, നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. സോ I just have എന്താ പറയാ, my condolences and prayers for the family, and I'm learning a lot about Easo from you guys. I think I might have missed meeting him. I wish I could have met him. Yeah, thank you. Thank you, Annie. അടുത്ത ന്യൂ ജേഴ്സിന്ന് ഫിലിപ്പ് മാറാട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫിലിപ്പ്, a few words. ഫിലിപ്പ് മാറാട്ട്. കേൾക്കാമോ? കേൾക്കാം. എനിക്ക് മാധ്യമായിട്ട് വളരെ അടുത്ത സൗഹൃദ ബന്ധമായിരുന്നു. പലപ്പോഴും ഫേസ്ബുക്ക് കൂടി അദ്ദേഹം
നല്ല നല്ല ജോക്കുകളൊക്കെ എനിക്ക് അയക്കാറുണ്ട്. ഞാനും അതിന് മറുപടികളൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ IAPCയെ സംബന്ധിച്ചിടത്തോളം, നമുക്കെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, നമുക്കെല്ലാവർക്കും അദ്ദേഹം വളരെ സൗമ്യനായ, വളരെ പുഞ്ചിരിയോടെ, സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മരണം അദ്ദേഹത്തെ കവർന്നെടുത്തു. മരണം വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ വേണ്ടപ്പെട്ടവരാരെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അവരുടെ കുടുംബത്തിലെ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നല്ലൊരു സ്നേഹിതൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നല്ല നമ്മളോട് സൗഹൃദ ബന്ധത്തിൽ കഴിയുന്ന ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഓരോ തരത്തിലും പ്രത്യേകമായ ബന്ധങ്ങൾ ഉള്ളവർക്ക് മരണം പ്രത്യേകമായ ഒരു വേദനാജനകം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. ദൈവം സ്വർഗത്തിൽ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ കാത്തുകൊള്ളട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം ആ കുടുംബത്തോട് അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അതുപോലെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടറിൽ നിന്ന് ജോജി കയറിയിട്ടുണ്ട്. ജോജി, ഒരു വാക്ക് സംസാരിക്കാം. ഈസോ ജേക്കബ് വിയോഗം നമ്മുടെ IAPC സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. കാര്യം ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ന്യൂജേഴ്സി ഇന്റർനാഷണൽ കോൺഫറൻസ് വെച്ചിട്ടാണ്. ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് നമ്മൾ പേരിട്ട് ആ സംഘടനയ്ക്ക് ആദ്യം നമ്മുടെ മാത്യൂസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന് ഇൻഫോംഡ് ആക്ഷൻ, ആ ഒരു ഡെഫിനിഷൻ തന്നെ പറഞ്ഞത് അദ്ദേഹം പെട്ടെന്ന് നമ്മളവിടെ കുറച്ചു പേര് ഇരുന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഈച്ച് ലെറ്റർ അങ്ങോട്ട് വിപുലീകരിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഓർക്കുക, നമ്മുടെ അതിനുശേഷം ന്യൂജേഴ്സി മറ്റേ നമ്മുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് ശേഷം നടന്ന എല്ലാ കോൺഫറൻസിലും അതുപോലെ എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. നമുക്ക് ഒരുപാട് സംഭാവനകൾ അദ്ദേഹം പല രീതിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു, ഞാൻ അറിഞ്ഞപ്പോൾ വലിയൊരു ഷോക്കായിരുന്നു എനിക്ക് പെട്ടെന്ന്. നമ്മൾ ഇത് അറിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് വിളിച്ചു, ജിൻസ് വിളിച്ചു, ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നില്ല. ഒരു ബോർഡ് ഡയറക്ടറിലേക്ക് നമുക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചപ്പോൾ ഫോൺ എടുക്കണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കണം പെട്ടെന്ന് അപ്പാടെ ഡെസ്പായിട്ട് ഉണ്ടാവണം. അതിനാൽ ഇത്രയും ഒരു എല്ലാ മേഖലകളും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇത് അറിഞ്ഞപ്പോ എന്നാ പറഞ്ഞു, പെട്ടെന്ന് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ തോന്നിയിട്ടുണ്ടായോണ്ടായിരിക്കണം. എനിക്കത് അറിഞ്ഞപ്പോൾ വലിയ സങ്കടമായിരുന്നു. നമ്മുടെ നമുക്ക് നികത്താനാവാത്ത ഒരു നഷ്ടമാണ് നമ്മുടെ പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് നമുക്ക് തന്ന എല്ലാ, നമ്മുടെ അസോസിയേഷനിടത്തോളം തന്ന എല്ലാ സംഭാവനകൾക്ക് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം നമുക്ക് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഒരു മാതൃകയായിട്ട് ഇനിയുള്ള നമ്മുടെ വരുംകാല മെമ്പേഴ്സ് എല്ലാം നമ്മുടെ അസോസിയേഷന് വേണ്ടി പ്രവർത്തിക്കണം, അതുപോലെ ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് എല്ലാവരും ഓർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ജോജി. അടുത്തായിട്ട് ബൈജു പരീതി കയറിയിട്ടുണ്ട്. ബൈജു, 2 വാക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ക്ഷമിക്കണം, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി. ഞാൻ ഡ്രൈവിംഗിൽ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കത്തില്ല. ശ്രീ ജേക്കബ് ഈശോയുടെ നിര്യാണത്തിലുള്ള അനുശോചനവും ദുഃഖവും കുടുംബാംഗങ്ങളെയും മറ്റും പ്രകാശിപ്പിക്കുവാനായിട്ട് അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ ജേക്കബ് ഈശോയെ IAPC വഴിയുള്ള പരിചയമാണ്. ഞങ്ങൾ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വന്നൊരു പോസ്റ്റ് ഞാൻ ഓർക്കുക മാത്രമല്ല, ഞാൻ ഫസ്റ്റ് അദ്ദേഹത്തെ കാണുന്നത് 2019 ഹൂസ്റ്റൺ കോൺഫറൻസ് വെച്ചിട്ടാണ്. അപ്പൊ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ജേക്കബ് ഈശോ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നാണ് കൂടെ ഉണ്ടായിരുന്ന അവരോട് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. പുള്ളിയെ ഒരിക്കലും ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇങ്ങനെ ഈ പുള്ളിയുടെ ലഞ്ച് പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ലീവ്സും ഭക്ഷണമൊക്കെ വെച്ചിട്ട് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമന്റ് ചെയ്തിരുന്നു ഓർക്കുമായിരുന്നു. എനിക്ക് എപ്പോഴും ഒരു ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും കാഷോടെ ഓർമ്മ വരുന്ന കാര്യമായിരുന്നു അത്.
അദ്ദേഹം അന്ന് ഹൂസ്റ്റണിൽ വെച്ചിട്ട് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്നുള്ളത് ഈ കോൺഫറൻസിന്റെ ഓരോ സ്റ്റെപ്പിനെ കുറിച്ചിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്ന ഒരാളായിട്ട് ആശങ്കപ്പെടുന്നത് അത് തുടങ്ങിയില്ല എല്ലാത്തിനും ഓടിയടത്ത് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നു. വളരെ പരിമിതമായിട്ടുള്ള ബന്ധം അദ്ദേഹവുമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അവിടെ വെച്ചിട്ട് തന്നെയായാലും. പക്ഷെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് അവിടെ വന്ന ഷാനി പ്രഭാകരൻ തോന്നുന്നു. ഷാനി പ്രഭാകരൻ ഇങ്ങനെ ഈ പേരിന്റെ ഒരു കൗതുകം, ഈശോ എന്ന് പറയുന്ന പേരിന്റെ കൗതുകത്തെ കുറിച്ചിട്ടൊന്ന് ഇങ്ങനെ ഒരു രസകരമായിട്ട് കമന്റ് ചെയ്താൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ അത്രയുള്ള ചെറിയ ചെറിയ ഓർമ്മകളാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളത്. IAPCയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും IAPCക്ക് നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു നിര്യാണം. അദ്ദേഹത്തിന്റെ നിര്യാണത്തിലുള്ള ദുഃഖത്തില് കുടുംബത്തിനോടുള്ള ഒപ്പം ഞങ്ങൾ ജോയിൻ ചെയ്യുന്നു. ആൽബർട്ടെ IAPCയുടെ എല്ലാ തരത്തിലുള്ള അനുശോചനവും രേഖപ്പെടുത്തുന്നു. താങ്ക് യു ബൈജു. അടുത്തായിട്ട് നമ്മൾ നയാഗ്ര ചാപ്റ്ററിൽ നിന്ന് ആസാദ് ജെയിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആസാദ്, would you like to share a few words? ആസാദ് മ്യൂട്ടിലാണ്. തിരിച്ചു വരാം. നമ്മുടെ ഇന്നസെന്റ് ചേട്ടനുണ്ട്. ഇന്നസെന്റ് ചേട്ടന് 2 വാക്ക് പറയാം. ഹലോ എവരിവൺ. എനിക്ക് ഡോക്ടർ ഈശോ ജേക്കബ് സാറിനെ ഒത്തിരി പേഴ്സണലായിട്ട് ഇടപഴകിയിട്ടില്ല എങ്കിലും കഴിഞ്ഞ ഹൂസ്റ്റൺ കൺവെൻഷനിൽ അദ്ദേഹം അത്ര ആരോഗ്യവാനായിരുന്നില്ല. എന്നിരുന്നാലും വളരെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. പേഴ്സണലായിട്ട് അതിനു മുമ്പ് ഒരു പ്രാവശ്യം കണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. എനിവേ, അദ്ദേഹത്തിന്റെ നിര്യാണം നമ്മുടെ IAPCക്ക് അതുപോലെ സമൂഹത്തിനും വിശേഷ്യ അവരുടെ കുടുംബത്തിനും ഒരു തീരാ നഷ്ടമാണ്. അതില് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ കുടുംബവും ഞാനും അനുശോചനം രേഖപ്പെടുത്തുന്നു. Thank you. റോയ് പ്രസിഡന്റ്. റോയ്, ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും ദുഃഖത്തിലായിരിക്കുന്ന സമയത്ത് ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ്ബ് നമ്മളോടൊപ്പം സഹകരിച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈശോ ജേക്കബിനെ ഓർമ്മിക്കാൻ ഈ അവസരം ഒരുക്കിയത് തന്നെ വളരെ അഭിനന്ദനാർഹമാണ്. അത് ആദ്യം IAPCക്ക് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. അതോടൊപ്പം ഈശോ ജേക്കബ് ഏതാണ്ട് 10 കൊല്ലത്തിലധികം എന്നോട് വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഞങ്ങൾ പല പ്രോഗ്രാമിലൊക്കെ എന്നെ വിളിക്കുകയും ഫോൺ വിളിച്ച് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറയും. അങ്ങനെ പല കാര്യത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് നേച്ചറിൽ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ പല മീറ്റിങ്ങുകൾ അറ്റൻഡും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ റൈറ്റേഴ്സ് ഫോറം, മറ്റ് മലയാളി സമാജത്തിൻ്റെ ചില പ്രോഗ്രാം, പിന്നെ IAPC ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ അതിന് ആദ്യത്തെ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു. എന്നെയും CG ഡാനിയലിനെയും ഇനീഷ്യൽ മീറ്റിങ്ങിലൊക്കെ വിളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുത്ത് മുമ്പോട്ട് വരണമെന്നൊക്കെ, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു, സ്നേഹത്തോടുള്ള. അതിന്നും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ അവസരത്തിലെല്ലാം ദൈവം പ്രത്യേകം അവർക്ക് അതിനുള്ള കഴിവ് കൊടുക്കട്ടെ, ആ ഒരു ലോസ് ഫേസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ IAPC ഹൂസ്റ്റൺ ചാപ്റ്ററിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. റിയലി വെരി സാഡ് ടു ഹിയർ ദാറ്റ് ന്യൂസ് ഓൺ ദാറ്റ് ഡേ. അദ്ദേഹം ഈ സമൂഹത്തിൽ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞത് എല്ലാം അത് വളരെ ശരിയാണ്. അതിനുപരി ഈ സമയത്ത് പറയാനുള്ളത് ഹൃദയംഗമായ അനുശോചനം അതുമാത്രം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു റോയ്. ജോമി ഇംഗ്ലണ്ടായിരുന്നു. ജോമി ഉണ്ടല്ലോ. ജോമി പോയെന്ന് തോന്നുന്നു. Okay, I think we are concluding. That's it. ജിൻസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആർക്കും? എല്ലാരും പറഞ്ഞു. ജോമി ഇല്ലെന്നാണോ പറഞ്ഞില്ല? ഇല്ല, ജൈനിലില്ല. Okay. Can he conclude? എബ്രാം സ്കറിയ ഉണ്ട് ഫിലഡൽഫിയ. എബ്രാം സ്കറിയ? No, he left, I think. Okay.
ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെയർമാനോട് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. കിമി, ബിജു ജോയ് സാറെ, എനിക്ക് നമ്മൾ പറയാം, നമ്മുടെ IAPC മെമ്പേഴ്സിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉള്ളത് മിക്കവാറും ജേക്കബ് ഈശോ ആയിരിക്കും. പുള്ളിക്ക് ഏകദേശം 5000 അടുത്ത്. അപ്പൊ ഞാനും പുള്ളിയായിട്ട് ഏകദേശം 550 മ്യൂച്വൽ ഫ്രണ്ട്സോ. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു സെപ്റ്റംബർ 10th, he sent me a Facebook message. I think it's worth reading it. He said a thought about thinking. Your friend Easo Jacob. Think love, think unity, think action, think caring, think service, think progress, think harmony, think prosperity. It is time to think about thinking, critical thinking. To think about anything, you got to ask the basic questions: what, when, how, where, and why. Obviously, why is more important than all other questions. Thoughts rule the world. Thoughts lead people. So people need to think for progress, harmony, peace, and well-being of everyone. Anyway, we are thinking. So let us think big. Information is the raw material for thinking. Brain is a tool for thinking. Understanding, decision-making, planning, action, results are the next levels. If the results are great, repeat the process and make it a practice. And practice, when repeated, becomes habit. And habit is life. Good life is directly proportional to good thinking. Now we know why we are thinking. Think love, think unity, think action, think caring, think service, think progress, think harmony, think prosperity. Copyright Easo Jacob Houston. Thank you. Thank you, Dr. Charlie. Shall we conclude the meeting? Yes, please. Viju, ഒരു താങ്ക്സ് പറഞ്ഞ് ക്ലോസ് ചെയ്തിരുന്നു. Okay. ഏകദേശം 1 മണിക്കൂറായി. Thank you all for joining. We had a fair representation from every part of the chapter within IAPC. എല്ലാവരോടുള്ള നന്ദി സമയത്ത് ഞാൻ അറിയിക്കുന്നു. എല്ലാവരും ഒക്കെ പറഞ്ഞ കൂട്ട് തന്നെ ഈശോ ജേക്കബ് സാറിനെ എനിക്കും അധികം പരിചയമില്ല. എന്നാൽ 2019 ഹ്യൂസ്റ്റൺ കോൺഫറൻസിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. കുറച്ചു മുമ്പ് റജി സൂചിപ്പിച്ച കണക്ക് തന്നെ ഞാനും റജിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ തൊട്ട് പുറകിലുള്ള ടേബിളിലാണ് പുള്ളി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത്. റജി പറഞ്ഞ കണക്ക് തന്നെ പുള്ളി ഒരു ഹോൾ നൈറ്റ് ആ നെക്സ്റ്റ് ഡേയിൽ ഇവന്റ് പ്രിപ്പയർ ചെയ്യാൻ ഉണർന്നിരുന്ന് ചാർട്ട് ചെയ്ത് എല്ലാം ചെയ്തു വന്നു. മേ ബി ഹാർഡ്ലി ഹി സ്ലെപ്റ്റ് 1 hour എന്നാണ് തോന്നുന്നത്. പുള്ളി അവിടെ വന്നു. ഹിസ് ബ്ലഡ് പ്രഷർ ഷൂട്ട് അപ്പ് വെരി ഹൈ. ഹി കുഡന്റ് ഹാൻഡിൽ ഇറ്റ്. പുള്ളി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഛർദ്ദിക്കുകയും പാസ് ഔട്ട് ചെയ്ത് കംപ്ലീറ്റ്. അപ്പൊ ഞങ്ങൾക്ക് പുള്ളിയെ ചെറുതായിട്ട് ശുശ്രൂഷിക്കാൻ അവിടെ സാധിച്ചായിരുന്നു. പുള്ളിയെ പെട്ടെന്ന് പിടിച്ച് തിരുമ്പുകയും ഇത് ചെയ്ത് പാസ് ഔട്ട് ചെയ്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ പുള്ളിയെ തിരുമ്പി വെള്ളമൊക്കെ വെച്ച് മുഖമൊക്കെ ഇത് ചെയ്ത് 911 വിളിക്കുകയും അവരവിടെ വന്ന് സ്ട്രെച്ചറെല്ലാം കിടത്തി. പക്ഷെ he does not want to go away from the place because he was the vice chair. He had something to present that day. അപ്പൊ ഞങ്ങൾ no go to the ER. So I think one of the Houston members actually പുള്ളിയുടെ ഫാമിലിയെ വിളിച്ച് അവിടെ വരുത്തുകയൊക്കെ ചെയ്തു. എനിവേ, റജി പറഞ്ഞു 2 hours later, his passion, his spirit, his enthusiasm, he was on stage back there in action. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സൗമ്യ സ്വഭാവമുള്ള മനുഷ്യനാണ്. ഞാൻ പലരും കൺവീനർ ആയിട്ടൊക്കെ ഈ കോൺഫറൻസിലൊക്കെ നടത്തുമ്പം എന്തെങ്കിലും തിങ്സ് ഡസൻ ഗോ യുവർ വേ, പിന്നെ അടുത്തത് ഒച്ചത്തിൽ സംസാരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ ത്രൂ ഔട്ട് ദ കോൺഫറൻസ് he kept his sanity. He was very peace lover. നല്ല രീതിയിൽ പുള്ളി ആ കോൺഫറൻസ് നടത്തി. ഒരു വൈസ് ചെയർ ആയിരുന്നു പുള്ളിയുടെ റോളെങ്കിലും എനിക്കൊന്ന് അതിലും ഉപരി അതുക്കും മേലെ പുള്ളി അതിനു വേണ്ടി പ്രവർത്തിച്ചു. ഒരു നല്ലൊരു കോൺഫറൻസ് ആയിരുന്നു അവിടെ ഹ്യൂസ്റ്റൺ ചാപ്റ്റർ കാഴ്ചവെച്ചത്. I was able to be part of that and I got to know him through IAPC from the Houston IMC conference. That was the thing. At this time, I expressed my sincere condolences to the family, his wife.
Joji? Okay. As I express my condolences on behalf of the entire IAPC family on my personal note to the family, Rachel, his wife, and 3 children, and their daughter-in-law. So he was very loved by many people in the media fraternity, and he did what he loved, and he did it at his best. Thank you all.